സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഇഡ്ഡലി മാവ് കൊണ്ട് വളരെ ടേസ്റ്റിയായ ബോണ്ട റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയായി ഈ ഈവനിങ് സ്നാക്ക് ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാം. ഇതിന് കോംബോവായി ഒരു ചമ്മന്തിയും തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് ആദ്യം ഒരു ബൗളിലേക്ക് 4 തവി ഇഡ്ഡലി മാവ് ഒഴിക്കുക. ഒരു ദിവസം പുളിച്ച ഇഡ്ഡലി മാവാണ് ഇതിന് വേണ്ടത്. ഇനി ഇഡ്ഡലി മാവിലേക്ക് 2 സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാം. അടുത്തതായി 1/2 കപ്പ് അരിമാവ് ചേർക്കുക. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ചേർക്കാം. നൈസ് അരിപ്പൊടി ചേർക്കണം. പുട്ടിൻ്റെ പൊടി നല്ല തരിയുള്ളതായതുകൊണ്ട് അത് ചേർക്കരുത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഇഡ്ഡലി മാവിൽ വെള്ളം കൂടുതലാണെങ്കിൽ 1 സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. റവ ചേർത്തതുകൊണ്ട് റവ കുതിർന്നു വരുവാൻ ഒരു 10 മിനിറ്റ് സമയമെടുക്കും. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം നമ്മൾക്ക് ബോണ്ടയ്ക്ക് സൈഡ് ഡിഷായി ഒരു ചമ്മന്തി അരയ്ക്കാം. വളരെ എളുപ്പത്തിൽ വറക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഒരു മിക്സി ജാറിൽ 10 മിനിറ്റ് ചുടുവെള്ളത്തിൽ കുതിർത്ത വറ്റൽമുളക്, കുതിർക്കാതെയും വറ്റൽമുളക് ചേർക്കാം. കുതിർന്നു വന്ന വറ്റൽമുളക് അരയ്ക്കാൻ എളുപ്പമായിരിക്കും. കൂടാതെ ചമ്മന്തിക്ക് നല്ല ടെക്സ്ചറും കിട്ടും. 8 വറ്റൽമുളകാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർക്കുന്നത്. 8 ചെറിയ ഉള്ളി, 1 ചെറിയ ഉരുള പുളി. തക്കാളി ചേർക്കുന്നത് കാരണം ഇതിൻ്റെ പകുതി പുളി ചേർത്താലും മതിയാകും. 1 തക്കാളി അരിഞ്ഞത്, കൂടെ 1 സ്പൂൺ കല്ലുപ്പും ലേശം വെള്ളവും ഒഴിച്ച് അരയ്ക്കുക. കുറച്ച് കട്ടിയിലാണ് ഇത് അരയ്ക്കേണ്ടത്. അരച്ച ചമ്മന്തി ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചത് ചേർക്കുക. നല്ലെണ്ണയിൽ കടുക് താളിച്ചാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ താളിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് ചൂടോടെ ചമ്മന്തിയിലേക്ക് ഒഴിക്കുക. ഈ ചൂടിൽ തന്നെ ചമ്മന്തിയിലുള്ള പച്ചച്ചുവ മാറും. അങ്ങനെ നമ്മുടെ ചട്നി തയ്യാറായി. അതുപോലെ നമ്മുടെ ബോണ്ടയ്ക്കുള്ള മാവ് കുതിർക്കാൻ വെച്ചത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവിലേക്ക് 1 സ്പൂൺ ജീരകം, 1/8 സ്പൂൺ കായപ്പൊടി, അതായത് വളരെ കുറച്ച് ചേർത്താൽ മതി കായപ്പൊടി, ഒരു വലിയ പച്ചമുളക് അരിഞ്ഞത്, 1 സവാള പൊടിയായി നുറുക്കിയത് കൈകൊണ്ട് ഉതിർത്ത് ചേർക്കുക, 1 തണ്ട് കറിവേപ്പില, 1 പിടി മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇഡ്ഡലി മാവിൽ ഉപ്പുണ്ടാവും, അത് കണക്കാക്കി വേണം ഉപ്പ് ചേർക്കാൻ. ഇനി 1/4 സ്പൂണിനും താഴെ സോഡാപ്പൊടി ചേർക്കാം. സോഡാപ്പൊടി ബോണ്ട ചുടുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. സോഡാപ്പൊടി ചേർത്തതും ബോണ്ട ഉണ്ടാക്കുന്നതാണ് നല്ലത്. മാവിൽ സോഡാപ്പൊടി ചേർത്ത് കുറേ നേരം കഴിഞ്ഞാണ് ബോണ്ട ഉണ്ടാക്കുന്നതെങ്കിൽ ബോണ്ടയിൽ ധാരാളം എണ്ണ കുടിക്കും. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. മാവ് ഒരുപാട് കട്ടിയിലാണെങ്കിൽ ലേശം വെള്ളം ചേർക്കാം. ഇനി സ്പെഷ്യലായി 1 സ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ക്രഷ്ഡ് ചില്ലി വാങ്ങിക്കുവാൻ കിട്ടും. അല്ലെങ്കിൽ വറ്റൽമുളക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ ക്രഷ്ഡ് ചില്ലി റെഡി. മാവ് ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമ്മൾക്ക് ബോണ്ട പൊരിക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. റിഫൈൻഡ് ഓയിലോ കടലെണ്ണയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എണ്ണ ചൂടായാൽ മാവെടുത്ത് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കടായിൽ ഒഴിക്കുന്ന എണ്ണയ്ക്കനുസരിച്ച് മാവ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോണ്ടകൾ ഒന്നിനോടൊന്ന് ഒട്ടിയതുപോലെ ഉണ്ടാകും. കരണ്ടി കൊണ്ട് ഇങ്ങനെ വേർപെടുത്തുക. ഇനി ഈ ബോണ്ടയുടെ ഉൾഭാഗം നല്ലപോലെ വേവണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിക്കുക. ബോണ്ട ഇട്ടതും ഇളക്കാതെ 1 മിനിറ്റിന് ശേഷം ഇളക്കുക.
രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി മാറ്റാം. കൂടുതൽ ബ്രൗൺ കളർ വേണ്ടവർക്ക് കുറച്ച് സമയം കൂടി വെച്ച ശേഷം കോരിയെടുത്താൽ മതി. ഇങ്ങനെ എല്ലാ മാവും ചുട്ടെടുക്കുക. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. ഈ സോഫ്റ്റ് ബോണ്ട ചമ്മന്തിയിൽ മുക്കി കഴിക്കാൻ നല്ല രുചിയാണ്. 4 മണിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.